എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നന്ദമോള് ഞാനൊരു സ്ഥലം വരെയൊക്കെ പോയിരുന്നു കേട്ടോ. സ്ഥലം വരെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഞ്ചായത്ത് വരെ ഒന്ന് പോയി. പഞ്ചായത്ത് നിന്ന് ഇന്നലെ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞ് ഒന്ന് പഞ്ചായത്ത് വരെ ചെല്ലണം. നന്ദമോള് ഡിഗ്രിക്കല്ലേ പഠിക്കുന്നത്. അപ്പോൾ നന്ദമോൾക്ക് ഇന്ന് ലാപ്ടോപ്പ് വിതരണം ഉണ്ട്. നന്ദമോൾക്ക് മാത്രമല്ല ഡിഗ്രിക്കൊക്കെ പഠിക്കണ ഒരു 10-25 കുട്ടികളുണ്ട്. ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും അങ്ങനെ ഒരു ടോട്ടൽ ഒരു 25 കുട്ടികൾക്ക് ഇന്ന് ലാപ്ടോപ്പിൻ്റെ വിതരണം. അങ്ങനെ ഞങ്ങൾ പോയി. ഉച്ചയ്ക്കൊരു 1:30-1:45 ഇവിടെ നിന്ന് പോയതാട്ടോ. 2 മണിക്കാണ് ഉദ്ഘാടനമൊക്കെ. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഫസ്റ്റത്തെ ലാപ്ടോപ്പ് നന്ദമോക്കനെ കിട്ടി. അപ്പോൾ അതായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ സംഭവം അടിപൊളിയാട്ടോ. അവൾ പഠിക്കുന്നത് ഡിഗ്രി BA മൾട്ടിമീഡിയല്ലേ. അപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ ഉപകാരം കൂടുതലാണ്. അപ്പോൾ ഇവിടെ അബീൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ടാണ് നന്ദു ഉപയോഗിക്കലേ. അപ്പോൾ ഓൾ ഇതിൻ്റെ മുന്നേ എന്നോട് പറഞ്ഞിനി അമ്മ എനിക്കൊരു ലാപ്ടോപ്പ് വേണം, അബീൻ്റെ ലാപ്ടോപ്പിക്ക് ശരിയാവില്ലല്ലോ, അത് ഓൻ്റെതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞേ വാങ്ങാം, കാരണം നല്ല പൈസൻ്റെ സാധനമല്ല അത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനത്തെ ഒന്നും വാങ്ങാൻ കഴിയില്ല. അപ്പം വാങ്ങാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പഞ്ചായത്തു നിന്ന് നന്ദമോക്ക് അതുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. അങ്ങനെ ഞങ്ങളത് പോയി വാങ്ങിക്കൊണ്ടുവന്ന്. സംഭവം ഞങ്ങൾ മേശമേലൊക്കെ എടുത്ത് വെച്ചിന് കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ പെട്ടിയൊക്കെ പൊട്ടിച്ചെടുത്തുണ്ട് കേട്ടോ. കാരണം ഒരുപാട് സമയം ഇതിങ്ങനെ ബോക്സ് തുറന്നിട്ട് ഒന്നും പോവണ്ട വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും കാണിച്ചു കൊടുക്ക്. അപ്പോൾ അത് ബോക്സ് ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിനെ. അപ്പോൾ അതുപോലെ ഇനി അത് കാണിച്ചു തരും. പറഞ്ഞെടുക്ക്. മൗസ് ഗൈസ്. എനിക്കിത് എന്താന്ന് പോലും അറിയില്ല സത്യത്തിൽ. എനിക്കിത് ഇതിനായിട്ടുള്ള ഒരു ടച്ചും ഇല്ല, അറിയില്ല. നന്ദനൊക്കെ പിന്നെ അറിയാം. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയല്ലേ, കുട്ടിക്ക് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും എല്ലാം അറിയാമല്ലോ അല്ലേ. അപ്പോൾ സംഭവം നല്ല അടിപൊളിയായിട്ടോ. അബീൻ്റെ ലാപ്ടോപ്പിൻ്റെ ഒക്കെ പോലെ തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സുന്ദരമായ ഒരു ലാപ്ടോപ്പ്. നല്ല രസമുണ്ട് കാണാൻ. ചാർജറും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. ചാർജ് ഇല്ല, നമുക്ക് ചാർജറിൽ ഇട്ടിട്ട് വേണം ചാർജ് ആക്കാനായിട്ട്, എന്നിട്ട് വർക്ക് ചെയ്യിപ്പിച്ചോക്കാം. സംഭവം അടിപൊളിയാണ്. പഠിക്കാനൊരു ഉപകാരമായി. അവർക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതൊക്കെ പഠിക്കണമെങ്കിൽ ഈ ഒരു സംഭവം നല്ലൊരു ഉപകാരമല്ലേ. അപ്പോൾ ഒരു പറയുന്നത് എന്താ അറിയോ, പഠന സൗകര്യങ്ങളില്ലാതെ ആയിട്ട് കുട്ടികൾ പഠിക്കാതിരിക്കരുത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വിതരണം ചെയ്യുന്നത്. അപ്പോൾ കഴിയണതും കുട്ടികൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കണം, പഠിക്കണം, മുന്നേറണം, ജീവിതത്തിലൊക്കെ എവിടെയെങ്കിലും എത്തണം. ഇതൊക്കെയാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം പഠിക്കണം എന്നുള്ള ഒരു തോന്നൽ കുട്ടികൾക്ക് വേണം. പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങളെ സിന്ധു വെച്ചിട്ടോ, ഞങ്ങളെ വാർഡ് മെമ്പർ. ഇതിൻ്റെ മുന്നേ ഞങ്ങളെ വാർഡ് മെമ്പർ ഇനി ഇപ്പം ഞങ്ങളെ വാർഡ് മെമ്പറാണ് പുതിയതായിട്ട് കയറിയത്. അപ്പോൾ ഞങ്ങളെ സിന്ധു വെച്ച് അധികാരത്തിൽ വന്നേരെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ, സമ്മാനം തന്നെ പറയാം. അപ്പം അത് ഒരുപാട് സന്തോഷമുണ്ട്. സിന്ധേച്ചി കയറിയ ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. സിന്ധേച്ചിനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം സിന്ധേച്ചി അവിടെ ഉണ്ടായിട്ടില്ല ഞങ്ങളത് വാങ്ങുമ്പോൾ. അപ്പം ഞങ്ങൾ രാവിലെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് ഇന്നും വിളിച്ച് രാവിലെ. അപ്പം സിന്ധേച്ചിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾക്ക് ലാപ്ടോപ്പ് നന്ദമോൾക്ക് വാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പം ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ ഒക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ, ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തേ ഉള്ളൂ. കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പം അതുപോലെ അത് ചാർജർ ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറഞ്ഞോളൂ കേട്ടോ. അപ്പം എല്ലാവരോടും ബൈ. ചെറിയൊരു വീഡിയോ ആണേ. ബായ് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി കാണിക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിത് ഓണാക്കി കാണിക്കണ്ടേ അല്ലേ. സംഭവം റെഡി ആയിട്ടോ. ചാർജിൽ ഇട്ടപ്പോൾ തന്നെ ഓണായി. അപ്പം നന്ദുമോൾ ഇതിലെന്തൊക്കെയോ ഒന്ന് നോക്കുന്നുണ്ട്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് കാണിക്കണമെന്നല്ലേ. അപ്പം ലാപ്ടോപ്പ് ഓക്കായിട്ട് സ്വന്തമായിട്ട് കിട്ടിയപ്പോൾ സന്തോഷമായിട്ടോ. ഇനി ഇതിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ശരിയാക്കാണ്ട്, അത് ഇന്ന് നടക്കൂല. അന്ന് ഞങ്ങൾക്ക് പോവാണ്ട് നാളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി ഞങ്ങൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കും. ഞങ്ങൾക്ക് വേറെ ലാപ്ടോപ്പും കൊണ്ടുപോവാണ്ട് അവിടേക്ക്. അപ്പം 2 ലാപ്ടോപ്പായിട്ട് ഞങ്ങൾ പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ അല്ലേ. ഒരു ബൈ പറഞ്ഞോളാം. ബൈ. എനിക്ക് ശരിക്കുള്ള ബൈ അല്ലേ.